ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ സ്നേഹമുള്ളവരെ, നമുക്ക് പ്രാർത്ഥനയിലൂടെ ഈ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പരിശ്രമിക്കാം. നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നമ്മുടെ കർത്താവിനെ ഒന്ന് സ്നേഹിച്ച് പ്രാർത്ഥിക്കുക. ഹൃദയത്തിൽ നിങ്ങൾ പറയുക, കർത്താവേ, ഇന്ന് ഞാൻ കേൾക്കുന്ന വചനം വഴി എനിക്കും എൻ്റെ കുടുംബത്തിനും വലിയ സമാധാനം നൽകണമേ. രാജ്യങ്ങൾക്ക്, ലോകങ്ങൾക്കൊക്കെ വലിയ സമാധാനം നൽകണമേ എന്ന് നമ്മുടെ മനസ്സിൽ പ്രാർത്ഥിച്ച് പരിശുദ്ധ മാതാവിൻ്റെയും വിശുദ്ധരുടെയും മാലാഖമാരുടെയൊക്കെ കൂട്ടായ്മയിൽ അവരുടെയൊക്കെ മാധ്യസഹായം തേടി ഈ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ലോകത്തിൽ ഒരുപാട് മനുഷ്യർ ഒരുപാട് പ്രയാസത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അവരുടെ ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് സമാധാനമില്ല എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ, വ്യക്തിജീവിതങ്ങളിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് കണ്ടെത്താൻ പറ്റും, സമാധാനം നഷ്ടപ്പെട്ട് അലഞ്ഞു തിരിയുന്ന ഒരുപാട് മനുഷ്യർ. ഒരുപാട് പ്രയാസത്തിലാണ് അവരുടെ ജീവിതം മുൻപോട്ട് പോകുന്നത്. പല വിധത്തിൽ മനുഷ്യനിന്ന് സമാധാനത്തിലൂടെ ആഗ്രഹിക്കുകയാണ്. ചിലർ പറയും, ബ്രദറെ, ഒന്ന് സമാധാനമായിട്ടൊന്ന് കിടന്നുറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ, സമാധാനമായിട്ടൊന്ന് ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, സമാധാനമായിട്ടൊന്ന് മരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. ഇങ്ങനെ സമാധാനം നഷ്ടപ്പെട്ട കുടുംബാന്തരീക്ഷങ്ങൾ നമുക്ക് ലോകത്ത് കാണാൻ പറ്റും. വ്യക്തിജീവിതങ്ങൾ നമുക്ക് ലോകത്ത് കാണാൻ പറ്റും. സമാധാനത്തിന് വേണ്ടി മനുഷ്യൻ നെട്ടോട്ടം ഓടുകയാണ്. പണമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്, സൗകര്യങ്ങളുണ്ട്, സൗന്ദര്യമുണ്ട്, ആരോഗ്യമുണ്ട്. പക്ഷേ മനസമാധാനം മാത്രമില്ലാത്ത ലോകം. സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റാത്ത മനുഷ്യർ, നേരത്തെ ഉണരുന്നവർ, എത്ര വൈകി കിടന്നാലും ഉറങ്ങാൻ പറ്റാത്തവർ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി ലോകത്തിലേക്ക് നോക്കുകയാണെങ്കിലോ, രാഷ്ട്രങ്ങൾ തമ്മിൽ, വ്യക്തികൾ തമ്മിൽ, രാജ്യങ്ങൾ തമ്മിൽ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് നമ്മുടെ സമാധാനം നഷ്ടപ്പെടാൻ കാരണം? എവിടെയാണ് നമുക്ക് സമാധാനം നഷ്ടപ്പെടുന്നത്? വ്യക്തികൾക്കാണെങ്കിലും കുടുംബങ്ങളിലാണെങ്കിലും എന്തുകൊണ്ടാണ് ഈ സമാധാനം ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നത് എന്നതിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഇന്നത്തെ വചനത്തിലൂടെ നമ്മൾ അതിനെക്കുറിച്ച് ഒന്ന് ധ്യാനിക്കുകയാണ്. കർത്താവേ, എന്തുകൊണ്ടാണ് എനിക്ക് മനസമാധാനം നഷ്ടപ്പെട്ടു പോയത്? എന്തുകൊണ്ടാണ് എൻ്റെ കുടുംബത്തിൽ ഈ സമാധാനം അനുഭവിക്കാൻ എനിക്ക് പറ്റാത്തത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് മനുഷ്യർ ഇങ്ങനെ ഒരു സമാധാനത്തിന് വേണ്ടി, സമാധാനമായിട്ടൊന്ന് കിടന്നുറങ്ങാൻ വേണ്ടി മദ്യപിച്ച് നോക്കുന്നു, വീടി വലിച്ച് നോക്കുന്നു, അല്ലെങ്കിൽ മറ്റു പല വിധത്തിൽ സിനിമകളോ സീരിയലുകളോ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് അവരുടെ ജീവിതത്തിൽ ഒരല്പ സമാധാനത്തിന് വേണ്ടി അവർ പരിശ്രമിക്കാറുണ്ട്. അതൊക്കെ ഉപയോഗിക്കുമ്പോഴും കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ മിക്ക മനുഷ്യർക്കും താൽക്കാലികമായ ഒരു മനസമാധാനം കിട്ടുമെങ്കിലും ആത്യന്തികമായി അവരുടെ ജീവിതത്തിൽ വീണ്ടും സമാധാനം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. ഇവിടെ ദൈവവചനത്തിന് പ്രസക്തിയുണ്ട്, ദൈവത്തിന് പ്രസക്തിയുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനം നമുക്ക് നൽകുന്ന ചില അനുഭവങ്ങൾ, ചില ബോധ്യങ്ങൾ, കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന സത്യങ്ങൾ നമ്മൾ തിരിച്ചറിയുമ്പോൾ എനിക്കും നിങ്ങൾക്കും സമാധാനത്തിലേക്ക് മടങ്ങി വരാനായിട്ട് പറ്റും. എഫേസസ് ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 14-ാമത്തെ വാക്യം. എഫേസസ് ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വാക്യം. വചനം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്, അവൻ നമ്മുടെ സമാധാനമാണ്. യേശുവിനെക്കുറിച്ചാണ് പറയുന്നത്, അവൻ നമ്മുടെ സമാധാനമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തുവാണ് നമ്മുടെ സമാധാനം. അപ്പം നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നമുക്ക് സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, സമാധാനമില്ലാത്തൊരു അന്തരീക്ഷത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നതെങ്കിൽ എന്താ അതിന് കാരണം? ഇവിടെ എഫേസസ് 2:14 ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിച്ചു. എഫേസസ് 2:14 എന്താ വചനം പറഞ്ഞത്? അവൻ നമ്മുടെ സമാധാനമാണ്. ആരാണ് ഇവിടെ അവൻ? യേശുക്രിസ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ഒരു കുടുംബ ജീവിതത്തിൽ, ഒരു സമൂഹ ജീവിതത്തിൽ യേശുക്രിസ്തു നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ, യേശുക്രിസ്തുവിൻ്റെ ചൈതന്യം ഇല്ലാതായി കഴിയുമ്പോൾ ആ വ്യക്തിക്ക് സമാധാനം നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ടാണ് ബൈബിൾ പഠിപ്പിച്ചത്, അവൻ നമ്മുടെ സമാധാനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ അസമാധാനത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കും, നിങ്ങളുടെ കുടുംബങ്ങളെ ഭരിക്കും.
അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവൻ നമ്മുടെ സമാധാനമാണ്. ചിന്തിച്ചു നോക്കൂ, യേശുക്രിസ്തു നമ്മുടെ സമാധാനമാണെങ്കിൽ, നമുക്ക് സമാധാനം ഇല്ലാതായിട്ടുണ്ടെങ്കിൽ അതിനെന്തായിരിക്കും കാരണം? കർത്താവ് നമുക്ക് നഷ്ടപ്പെട്ടു. നമ്മുടെ കുടുംബത്തിൽ നിന്ന്, വ്യക്തി ജീവിതത്തിൽ നിന്ന് യേശുക്രിസ്തു നഷ്ടപ്പെട്ടതാണ് നമ്മുടെ സമാധാനം നഷ്ടപ്പെടാനുള്ള ഒന്നാമത്തെ കാരണം. പ്രൈസ് ദി ലോർഡ്. ഇത് നിങ്ങൾ തിരിച്ചറിയണം. ഈ ഒരു തിരിച്ചറിവ് എനിക്ക് നിങ്ങൾക്കും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും സമാധാനം അന്വേഷിച്ച് കർത്താവിലേക്ക് മടങ്ങുന്ന വ്യക്തികളായിട്ട് മാറും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബ പശ്ചാത്തലം നോക്കൂ, വ്യക്തിയുടെ ജീവിതം നോക്കൂ. അവരുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനുള്ള സ്ഥാനം, യേശുവിനെ കർത്താവായി രക്ഷകനായി ഹൃദയത്തിൽ പൂജിക്കേണ്ടവർ മറ്റു പലതിനും അവരുടെ ഹൃദയം, അവരുടെ ജീവിതം കൊടുത്തു കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തു അവിടുന്ന് പടിയിറങ്ങി. ആ വീട്ടിൽ നിന്ന്, ആ വ്യക്തിയിൽ നിന്ന്, ആ സമൂഹത്തിൽ നിന്ന് നമ്മുടെ കർത്താവ് പടിയിറങ്ങിയപ്പോൾ ഈ സമാധാനവും കർത്താവിൻ്റെ കൂടെ പോയി. അങ്ങനെ നമ്മൾ സമാധാനമില്ലാത്ത വ്യക്തികളായി തീർന്നു. ലോകത്തിൽ മറ്റൊന്നിനും നമുക്ക് സമാധാനം തരാൻ പറ്റില്ല എന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയണം. കാരണം പണത്തിനു വേണ്ടി ഒരുപാട് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് മനസമാധാനം നഷ്ടപ്പെട്ട മനുഷ്യരെ നമ്മളിന്ന് കാണുന്നില്ലേ? സുഖസൗകര്യങ്ങൾക്കും ആഡംബരത്തിനും മറ്റു മധുരോത്സവത്തിനും വേണ്ടി ജീവിതം സമർപ്പിച്ച വ്യക്തികളെ നമ്മൾ കാണുന്നില്ലേ? അവരുടെ ഹൃദയത്തിൽ സമാധാനം ഉണ്ടോ? കാരണം യേശുക്രിസ്തു ആ ഹൃദയത്തിലില്ല. യേശുക്രിസ്തു ചിലപ്പോൾ ആ വീട്ടിലില്ല. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവർക്ക് സമാധാനം നഷ്ടപ്പെടാൻ കാരണം. വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്, കർത്താവിൻ്റെ വചനം നമുക്ക് കേൾക്കാം. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 21-ാമത്തെ വാക്യം. മനസമാധാനം നഷ്ടപ്പെട്ട് വലിയ വേദനയോടെ എല്ലാ പ്രതീക്ഷയും അസ്തമിച്ച് ശിഷ്യന്മാർ ഒരു മുറിയിൽ വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് യേശുക്രിസ്തു അവരുടെ മധ്യേ, ഉദ്ധിതനായ യേശു അവരുടെ മധ്യേ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം, യേശുക്രിസ്തുവിൻ്റെ വചനം, യേശുക്രിസ്തുവിൻ്റെ ചൈതന്യം വീണ്ടും അവരെ വലിയ ഉന്മേഷഭരിതരാക്കി മാറ്റി. അവർ വലിയ സന്തോഷമുള്ളവരായിട്ട് മാറി. അവർക്ക് നഷ്ടപ്പെട്ട സമാധാനം തിരിച്ചു കിട്ടുകയാണ്. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 21-ാമത്തെ വാക്യം, നിങ്ങൾക്ക് സമാധാനം. യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ ആദ്യം പറഞ്ഞ വാക്കതാണ്, നിങ്ങൾക്ക് സമാധാനം. എന്താ അതിന് കാരണം? യേശുക്രിസ്തുവിൻ്റെ മരണത്തോടെ എല്ലാ പ്രതീക്ഷയും അസ്തമിച്ച ശിഷ്യഗണം, അപ്പസ്തോലഗണം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരുടെ മനസ്സ് വേദന കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. അവരുടെ മനസ്സ് പ്രയാസത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. അവർക്കുള്ള പ്രതീക്ഷ മുഴുവൻ നഷ്ടപ്പെട്ടു. അങ്ങനെ അവരുടെ ഹൃദയം മനസമാധാനമില്ലാത്തൊരവസ്ഥയിലേക്ക് താണുപോയി. ഈ അവസ്ഥയിൽ അവരുടെ മധ്യേ പ്രത്യക്ഷപ്പെട്ട യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ആ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം വീണ്ടും അവരെ സമാധാനത്തിലേക്ക് നയിച്ചു. യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം വീണ്ടും അവരെ മനസമാധാനം ഉള്ളവരാക്കി മാറ്റി. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഈ വചനം എന്താ നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ്? എന്താ നമുക്ക് നൽകുന്ന ബോധ്യം? നിൻ്റെ കുടുംബത്തിൽ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഉണ്ടോ? നിൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യമുണ്ടോ? ഇല്ലെങ്കിൽ ആ അപ്പസ്തോലന്മാരെ പോലെ നമ്മളും മനസമാധാനമില്ലാത്തവരല്ലേ എന്നല്ലേ ആ വചനത്തിൻ്റെ അർത്ഥം? അതിൻ്റെ ആന്തരിക അർത്ഥം നമ്മളെ പഠിപ്പിക്കുന്നതല്ലേ? അപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ, കർത്താവിൻ്റെ വചനം അവരുടെ കാതുകളിൽ പതിച്ചു കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും സമാധാനമുള്ളവരായി തീർന്നു. വീണ്ടും സമാധാനമുള്ളവരായി തീർന്നു. കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 27-ാമത്തെ വാക്യം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര മനോഹരമാണ് ആ വചനം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാമത്തെ വാക്യം നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഈ ലോകത്തിലെ സമാധാനമില്ലാത്ത സകല മനുഷ്യർക്കും വേണ്ടിയുള്ള സദ്വാർത്തയാണ് ഈ വചനം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തു തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച മുഴുവൻ സമാധാനവും മുഴുവൻ അനുഗ്രഹങ്ങളും നമുക്ക് പ്രദാനം ചെയ്യുകയാണ്. കർത്താവ് പറയാണ്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തു തന്ന ഈ സമാധാനം, യേശുക്രിസ്തു നമുക്ക് വേണ്ടി തന്നിട്ട് പോയ ഈ സമാധാനം ഇന്ന് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ കുടുംബത്തിലുണ്ടോ? നമ്മുടെ സമൂഹത്തിലുണ്ടോ? നമ്മുടെ രാജ്യങ്ങളിലുണ്ടോ? എന്തുപറ്റി? കർത്താവ് സമാധാനം അവൻ്റെ സാന്നിധ്യം വഴിയാണ് നമുക്ക് നൽകുന്നത്.
യേശുക്രിസ്തു നഷ്ടപ്പെടുമ്പോൾ, യേശുക്രിസ്തുവിനെ വേണ്ടാന്ന് വയ്ക്കുമ്പോൾ, യേശുക്രിസ്തുവിൻ്റെ ജീവിതം നമ്മൾ മടുക്കുമ്പോൾ, യേശുക്രിസ്തുവിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതിരിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നിങ്ങൾ കേൾക്കുക, നഷ്ടപ്പെടുന്നത് മനസമാധാനമാണ്. സമ്പത്തുണ്ടാകാം, ആരോഗ്യം ഉണ്ടാകാം, സൗന്ദര്യം ഉണ്ടാകാം, കഴിവുകളുണ്ടാകാം, എല്ലാം ഉണ്ടാകാം. പക്ഷേ മനസമാധാനമില്ലാതെ, ഒന്നുറങ്ങാൻ കഴിയാതെ, മനസമാധാനത്തോടൊന്ന് ജീവിക്കാൻ പറ്റാതെ, ഒന്ന് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റാതെ ഈ ജീവിതയാത്ര മുൻപോട്ട് പോയാൽ ഇതെവിടെ ചെന്ന് അവസാനിക്കും? നമുക്ക് ക്രിസ്തുവിനെ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഓരോ കുടുംബത്തിലും ഓരോ വ്യക്തിയിലും സംഭവിക്കുന്ന ദുരന്തം ഇതാണ്, അവരുടെ സമാധാനം നഷ്ടപ്പെടുന്നു. ക്രിസ്തു തന്നിട്ട് പോയ ഈ സമാധാനം ലോകത്തിലൊരു വ്യക്തിക്കോ ഒരു വസ്തുവിനോ മറ്റൊന്നിനും തരാൻ കഴിയില്ലെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. അത് മറന്ന് പെരുമാറരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകം വച്ച് നീട്ടുന്ന സുഖസൗകര്യങ്ങളും ലോകം തരുന്ന സമ്പത്തും മറ്റു കാര്യങ്ങളും എന്തുമാകട്ടെ, നമുക്ക് യഥാർത്ഥത്തിലുള്ള മനസമാധാനം അനുഭവിക്കാൻ പറ്റില്ലെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രിസ്തു ഒരു വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ, ഒരു വ്യക്തിയിൽ നിൽക്കുമ്പോൾ, ആ വീട്, ആ വ്യക്തി, ആ രാജ്യം, ആ സമൂഹം വലിയ സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് വരും. കാരണം അവൻ ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും സമാധാനം പുനഃസ്ഥാപിക്കുകയും ചെയ്ത നമ്മുടെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തു ശത്രുതയുടെ മതിലുകൾ തകർത്തു, സമാധാനം പുനഃസ്ഥാപിച്ചു. ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ കുടുംബാന്തരീക്ഷം ഇന്ന് കലങ്ങി മറിഞ്ഞു കിടക്കുകയാണോ? മനസമാധാനമില്ലാത്തൊരു ജീവിതത്തിൻ്റെ ഉടമയാണോ നീ? എങ്കിൽ ചിന്തിക്കുക, നിൻ്റെ കുടുംബം ക്രിസ്തുവിന് പ്രതീക്ഷിക്കപ്പെട്ടൊരു കുടുംബമല്ലേ? നിൻ്റെ ജീവിതം യേശുക്രിസ്തുവിന് പ്രതീക്ഷിക്കപ്പെട്ടൊരു ജീവിതമല്ലേ? ഒരു നാൾ അങ്ങനെ ആയിരുന്നില്ലേ? ഇന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ വചനം നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ് നമുക്ക് ശ്രവിക്കാം. ലൂക്കാ സുവിശേഷം, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 14-ാമത്തെ വാക്യം. വിശുദ്ധ മാലാഖമാർ വന്ന് പറഞ്ഞു, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഹല്ലേലൂയ. ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. മറ്റൊന്നിനെക്കുറിച്ചുമല്ല ഇവിടെ ദൈവം പ്രഖ്യാപിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപ യേശുക്രിസ്തുവിനെ ലഭിച്ചവർക്ക്, ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിച്ചവർക്ക് സമാധാനം. അവർ രോഗിയായിക്കൊള്ളട്ടെ, അവർ കഷ്ടപ്പാടിൽ ജീവിക്കുന്നവരായിക്കൊള്ളട്ടെ, ദരിദ്രരായിക്കൊള്ളട്ടെ, വലിയ വിദ്യാഭ്യാസം ഇല്ലാത്തവരായിക്കൊള്ളട്ടെ, വലിയ സമ്പന്നരല്ലാതിരുന്നോട്ടെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്താ വചനം നൽകുന്നത്? നീ ഏതവസ്ഥയിലാണെങ്കിലും ആ അവസ്ഥയിൽ ദൈവകൃപ നിനക്ക് ലഭിച്ചാൽ സമാധാനം ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് രോഗമാണ്. നമ്മുടെ വിചാരം എന്താ? രോഗം മൂലം എനിക്ക് സമാധാനമില്ല. നമ്മളെന്താ ചിന്തിക്കുന്നത്? സമ്പത്തില്ലാത്തതാണ് എൻ്റെ സമാധാനത്തിന് തടസ്സം, വിദ്യാഭ്യാസം ഇല്ലാത്തതാണ് എനിക്ക് സമാധാനം ഇല്ലാത്തത് എന്നല്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ കർത്താവിൻ്റെ വചനം എന്താ പഠിപ്പിക്കുന്നത്? മാലാഖമാരിലൂടെ ദൈവം നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ് എന്താണ്? ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തുവിനെ സ്വീകരിച്ചവർക്ക്, യേശുക്രിസ്തുവിൽ ആഴപ്പെട്ട ഒരു ജീവിതം നയിക്കുന്നവർക്ക് സമാധാനം ഉണ്ട്. അവർ രോഗിയാണെങ്കിലും, അവർ ദാരിദ്ര്യത്തിലാണെങ്കിലും, വലിയ വിദ്യാഭ്യാസം ഇല്ലെങ്കിലും, വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണെങ്കിലും അവരുടെ ഹൃദയത്തിൽ ഒരു സമാധാനം അനുഭവിക്കാൻ അവർക്ക് പറ്റും. പ്രൈസ് ദി ലോർഡ്. അത് അനേക വ്യക്തിയിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റും. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, വലിയ ദാരിദ്ര്യത്തിൽ കഷ്ടപ്പാടിൽ ജീവിക്കുന്ന മനുഷ്യനാണ്, ഒരു അക്രൈസ്തവ സഹോദരനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വ്യക്തിയുണ്ടല്ലോ, ഒരിക്കൽ മരണത്തെക്കുറിച്ച് ചിന്തിച്ച് ആത്മഹത്യയ്ക്ക് ഒരുങ്ങിയ വ്യക്തിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹം ഇന്നൊരു ശുശ്രൂഷകനാണ്. നിങ്ങൾക്കറിയാമോ, ആ മനുഷ്യൻ്റെ ജീവിതം വളരെ ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലുമാണ് മുമ്പോട്ട് പോകുന്നത്. എങ്കിലും അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയും, ബ്രദറെ, യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ ഇന്നു വരെ ഇല്ലാത്ത സമാധാനം ഞാനും എൻ്റെ കുടുംബം അനുഭവിക്കുകയാണ്. ഞങ്ങൾ ദരിദ്രരാണ്, കഷ്ടപ്പാടിലും വേദനയിലുമാണ് ഞങ്ങൾ എല്ലാം ചെയ്യുന്നത്. എങ്കിലും ഞങ്ങൾക്ക് കർത്താവിൻ്റെ സമാധാനമുണ്ട്. ബ്രദറെ, സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട്, സമാധാനമായിട്ട് കുടുംബജീവിതം നയിക്കാൻ പറ്റുന്നുണ്ട്, സമാധാനമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്, ജീവിക്കാൻ പറ്റുന്നുണ്ട്. അതിന് കാരണം സമ്പത്തല്ല പ്രിയപ്പെട്ടവരെ, അതിന് കാരണം ബാങ്കിൽ വെച്ചിരിക്കുന്ന ബാങ്ക് ബാലൻസ് അല്ല, ഭൂസ്വത്തല്ല, മറിച്ച് ഏറ്റവും വലിയ സമ്പത്ത് യേശുക്രിസ്തു, കൃപ. അത് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ലോകത്തിലെ ഉള്ളതെല്ലാം ഉച്ഛിഷ്ടം പോലെ കരുതി അവർ ഇന്ന് സമാധാനം അനുഭവിച്ച് ഈ ഭൂമിയിൽ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തി ജീവിക്കുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, നിൻ്റെ ജീവിതം മനസമാധാനമില്ലാത്തൊരു ജീവിതമാണോ? നിൻ്റെ കുടുംബം സമാധാനമില്ലാത്തൊരു കുടുംബാന്തരീക്ഷമാണോ?
എങ്കിൽ നീ ഒരു കാര്യം ഓർക്കുക, ഒരു നാൾ ഏതെങ്കിലും കാരണത്താൽ നിൻ്റെ ജീവിതത്തിൽ നിന്ന്, നിൻ്റെ കുടുംബത്തിൽ നിന്ന് ഈ കൃപ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? ഈ യേശു ക്രിസ്തു നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അവിടെ ഇല്ലാതായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, സമാധാനം തിരിച്ചു പിടിക്കാൻ കർത്താവ് നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ വചനം നമ്മളിങ്ങനെ പഠിപ്പിക്കുകയാണ്. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ കർത്താവിൻ്റെ വചനം നമ്മളിങ്ങനെ പഠിപ്പിക്കുകയാണ്. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 23-ാമത്തെ വാക്യം വചനം നമ്മളിങ്ങനെ പഠിപ്പിക്കുന്നു. സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ വിശുദ്ധീകരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ വിശുദ്ധീകരിക്കട്ടെ, നിങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കട്ടെ. സമാധാനത്തിൻ്റെ ദൈവം. അപ്പോൾ ദൈവം ആരാണ് പ്രിയപ്പെട്ടവരെ? ദൈവം നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ സമാധാനം നൽകി നമ്മളെ വിശുദ്ധീകരിക്കുന്ന ദൈവമാണ്. അതാണ് തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 23-ാമത്തെ വാക്യം പഠിപ്പിക്കുന്നത്. സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കലങ്ങി പറഞ്ഞ നിൻ്റെ ഹൃദയത്തെ, വേദന കൊണ്ട് നിറഞ്ഞ നിൻ്റെ ഹൃദയത്തെ, സമാധാനം നഷ്ടപ്പെട്ട നിൻ്റെ ഹൃദയത്തെ സമാധാനത്തിൻ്റെ ദൈവം എന്ന് വെച്ചാൽ അർത്ഥം ദൈവമാണ് എൻ്റെയും നിങ്ങളുടെയും സമാധാനം, മറ്റൊന്നുമല്ല. സമ്പത്തോ ആരോഗ്യമോ സൗന്ദര്യമോ കഴിവോ വിദ്യാഭ്യാസമോ ലോകസുഖങ്ങളോ ഒന്നുമല്ല. ഒരു കുടുംബത്തിൻ്റെ, ഒരു വ്യക്തിയുടെ, ഒരു സമൂഹത്തിൻ്റെ, ഒരു രാഷ്ട്രത്തിൻ്റെ, ഒരു ജീവിതത്തിൻ്റെ ഏക സമാധാനം ദൈവമാണ്. അതുകൊണ്ടാണ് ബൈബിൾ പഠിപ്പിച്ചത് സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കട്ടെ. സമാധാനത്തിൻ്റെ ദൈവം നിൻ്റെ വീട്ടിലുണ്ടോ എന്ന് നീ ചിന്തിക്കുക. സമാധാനത്തിൻ്റെ ദൈവം നിൻ്റെ ഹൃദയത്തിലുണ്ടോ എന്ന് നീ ചിന്തിക്കുക. ഉണ്ടെങ്കിൽ ആ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ സമാധാനത്തിൻ്റെ സമൃദ്ധിയിലേക്ക് നയിക്കും എന്ന കാര്യത്തിൽ സംശയിക്കരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ നഷ്ടപ്പെട്ടു പോയ സമാധാനത്തെ പുനഃസ്ഥാപിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്, ദൈവം തന്നെയായ വചനമാണ്. അതുകൊണ്ട് ഈ വചന ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇത് പ്രാർത്ഥനാപൂർവ്വ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ, എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ ദൈവമേ, എനിക്ക് സമാധാനമില്ല എന്ന് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം എനിക്ക് ദൈവത്തിൻ്റെ ചൈതന്യം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ കൃപ ചോർന്നുപോയി എന്നുള്ളതാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ ഇതിനുള്ള പരിഹാരം? അത് ഈ വചനത്തിലൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ പതിയണം. ദൈവം നഷ്ടപ്പെട്ട വ്യക്തി, ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെട്ട വ്യക്തി, യേശുക്രിസ്തു പടിയിറങ്ങിയ കുടുംബങ്ങളും വ്യക്തികളും വീണ്ടും അതിനെ പുനഃസ്ഥാപിക്കാൻ പരിശ്രമിക്കുക. അതാണ് സമാധാനത്തിലുള്ള മാർഗം. യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം, യേശുക്രിസ്തുവിനുള്ള ജീവിതം വീണ്ടും നഷ്ടപ്പെട്ടു പോയ സമാധാനത്തിലേക്കും നഷ്ടപ്പെട്ടു പോയ കൃപയിലേക്കും നമ്മളെ കൂട്ടിക്കൊണ്ടുവരും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനം നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ് നമുക്ക് ശ്രദ്ധിക്കാം. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം വചനം നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. സമാധാനത്തിൻ്റെ കർത്താവ് നിങ്ങൾക്ക് എല്ലാവിധത്തിലും സമാധാനം നൽകട്ടെ. വചനം ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ. സമാധാനത്തിൻ്റെ കർത്താവ് എല്ലാ വിധത്തിലും നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ. എന്താണ് ഈ വചനം പഠിപ്പിക്കുന്നത്? കർത്താവാണ് നമ്മുടെ സമാധാനം. ആ ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ, ആ ദൈവം നമ്മുടെ ഭവനത്തിലുള്ളപ്പോൾ, ആ ദൈവം നമ്മുടെ കൂടെ ജീവിക്കുമ്പോൾ എല്ലാ വിധത്തിലുള്ള സമാധാനം, ഒരു വിധത്തിലല്ല. മനുഷ്യൻ്റെ ജീവിതം ഈ ഭൂമിയിൽ ഏതൊക്കെ വിധത്തിലാണോ കടന്നു പോകുന്നത്, ആ വിധത്തിലുള്ള എല്ലാ സമാധാനവും ഈ കർത്താവ് നിങ്ങളുടെ കുടുംബത്തിൽ, വ്യക്തിജീവിതത്തിൽ, സഭാജീവിതത്തിൽ, സമൂഹ ജീവിതത്തിൽ നിങ്ങൾക്ക് നൽകട്ടെ എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമാധാനത്തിൻ്റെ കർത്താവ്, സമാധാനത്തിൻ്റെ ദൈവം നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ജീവിതങ്ങളെ നഷ്ടപ്പെട്ടു പോയ ആ ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് വീണ്ടും പുതുക്കിപ്പണിയാൻ കഴിവുള്ള ഒരു ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. മനസമാധാനത്തിന് വേണ്ടി, ലോകത്തിലെ ഏതെങ്കിലും ഒരു കാര്യങ്ങൾക്ക് വേണ്ടി അല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ നെട്ടോട്ടം ഓടേണ്ടത്, നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ആഗ്രഹിക്കേണ്ടത്. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ വചന ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക.
നമുക്ക് ലോകത്തിലെ നേട്ടങ്ങളോ ലോകത്തിലെ സൗഭാഗ്യങ്ങളോ ഈ സമാധാനത്തിലേക്ക് നമ്മളെ നയിക്കുകയില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം ഇതാണ്. ലോകത്തെ ഉച്ഛിഷ്ടം പോലെ കരുതി ലോകത്തിൻ്റെ മോഹങ്ങളെ ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിനെ കണ്ടെത്തിയ വിശുദ്ധ പൗലോസ്ലീഹ സമാധാനം അന്വേഷിച്ച് സമാധാനത്തിന് വേണ്ടി നിലകൊണ്ടത് ക്രിസ്തുവിലാണ്. മരണം കൺമുമ്പിൽ നിന്നപ്പോൾ, മരണവക്രത്തിൽ അകപ്പെട്ടപ്പോൾ, ജയിലിൽ കിടന്നപ്പോൾ, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ ആ പാവപ്പെട്ട അപ്പസ്തോലൻ അദ്ദേഹം ക്രിസ്തുവിൽ വലിയൊരു സമാധാനം കണ്ടെത്തി. പ്രിയപ്പെട്ട ജനമേ, നമുക്ക് ഈ വചന ശുശ്രൂഷ വഴി നഷ്ടപ്പെട്ടു പോയ സമാധാനം തിരിച്ചു പിടിക്കാൻ വേണ്ടി പരിശ്രമിക്കാം. മരിക്കുന്നോടം വരെ നമ്മുടെ കൂടെ ഈ സമാധാനം വസിക്കേണ്ടതിന്, ഈ സമാധാനത്തിൽ ജീവിക്കേണ്ടതിന് ഞാനും നിങ്ങളും ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കാം. നമ്മുടെ കുടുംബം ക്രിസ്തുവിന് സമർപ്പിക്കുക, നമ്മുടെ ജീവിതം ക്രിസ്തുവിന് സമർപ്പിക്കുക, സമാധാനത്തിൻ്റെ രാജാവിന് വേണ്ടി നമ്മുടെ ഹൃദയത്തെ തുറന്നു വയ്ക്കുക, നമ്മുടെ വീടിനെ തുറന്നു വയ്ക്കുക, നമ്മുടെ സമൂഹത്തെ തുറന്നു വയ്ക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമാധാനം നഷ്ടപ്പെട്ട മനുഷ്യ, നിൻ്റെ കുടുംബം യേശുക്രിസ്തുവിന് വേണ്ടി തുറന്നു കൊടുക്കുക, നിൻ്റെ ജീവിതം യേശുക്രിസ്തുവിന് വേണ്ടി തുറന്നു കൊടുക്കുക, നിൻ്റെ സമൂഹത്തെ യേശുക്രിസ്തുവിന് വേണ്ടി തുറന്നു കൊടുക്കുക, നിൻ്റെ രാജ്യത്തെ യേശുക്രിസ്തുവിന് വേണ്ടി തുറന്നു കൊടുക്കുക. കർത്താവ് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞ് അവിടെ പ്രത്യക്ഷപ്പെട്ടാൽ ആ രാജ്യം, ആ കുടുംബം, ആ വ്യക്തി, ആ സമൂഹം വലിയ സമാധാനം അനുഭവിക്കുന്ന കാര്യത്തിൽ സംശയിക്കേണ്ട. അനേകരുടെ ജീവിതം നമ്മുടെ കൺമുമ്പിൽ അതിന് തെളിവായിട്ടുണ്ട്. നമുക്ക് അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമാധാനം നഷ്ടപ്പെട്ട നമ്മുടെ ജീവിതത്തിലേക്ക് യേശു സമാധാനമായി കടന്നു വരട്ടെ. സമാധാനം നഷ്ടപ്പെട്ട നമ്മുടെ കുടുംബത്തിലേക്ക് സമാധാനമായി അവൻ കടന്നു വരട്ടെ. അങ്ങനെ സമാധാനത്തോടൊന്ന് ജീവിക്കാൻ, സമാധാനത്തോടൊന്ന് മരിക്കാൻ, സമാധാനത്തോടൊന്ന് ഉറങ്ങാൻ ഒരു കൃപ ദൈവം തൻ്റെ ആത്മാവിലൂടെ എനിക്കും നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ഒരു നിമിഷം നിൻ്റെ ജീവിതത്തിൽ ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കുക. സമാധാനം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണോ? സമാധാനം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണോ നീ? അങ്ങനെ ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ നീ? അങ്ങനെ ഒരു കുടുംബാന്തരീക്ഷമാണോ നിനക്കുള്ളത്? എങ്കിൽ ഈ കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ കർത്താവിനെ നിൻ്റെ ഹൃദയത്തിൻ്റെ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിക്കുക. നിൻ്റെ കുടുംബത്തിൻ്റെ കർത്താവായി യേശുവിനെ സ്വീകരിക്കുക. നിൻ്റെ സഭയുടെ, സമൂഹത്തിൻ്റെ, രാജ്യത്തിൻ്റെ കർത്താവായി യേശുവിനെ സ്വീകരിക്കുക. അവിടെ സമാധാനം വാഴും. സമാധാനത്തിൻ്റെ ദൈവം ഒരിക്കലും നമ്മളെ കൈവിടിയുന്ന ദൈവമല്ല. നമുക്ക് സമാധാനത്തോടെ മരിക്കാൻ, ജീവിക്കാൻ പറ്റും. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളിൽ സമാധാനം സ്ഥാപിച്ച് നിങ്ങളെ വിശുദ്ധീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്.